ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യാനികൾ വിശ്വാസത്തിന്റെ പേരിൽ പലതരത്തിലുള്ള പീഡനങ്ങൾ നേരിടുന്നു. സഭകൾ അടിച്ചു തകർക്കുന്നു, മതപരിവർത്തനമെന്ന് പ്രചരിപ്പിക്കുന്നു, ശാരീരിക അതിക്രമങ്ങൾ ദൈവമക്കൾക്കെതിരെ അഴിച്ചുവിടുന്നു. ഇത്രയും കഷ്ടപ്പാടുകൾക്കിടയിലും അവർ വിശ്വാസം ഉപേക്ഷിക്കുന്നില്ല, പ്രതികാരം ചെയ്യുന്നില്ല. കാരണം കർത്താവ് അവരെ പഠിപ്പിച്ചത് ക്ഷമയാണ്. സമകാലിക സംഭവങ്ങളെയും കാലത്തിന്റെ തിരശ്ശീലയ്ക്കുള്ളിൽ മറഞ്ഞുപോയ രക്തസാക്ഷികളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗ്രേസ് ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസ് അവതരിപ്പിക്കുന്നു കത്തിയ തീക്കും കത്തിക്കാനാവാത്ത വിശ്വാസം. പറയടാ, ഇനിയും ഈ ദൈവത്തെ പറ്റി പറയുമോ? സഹോദരന്മാരെ, നിങ്ങൾക്ക് എന്റെ ശരീരം തകർക്കാം, പക്ഷെ എന്റെ വിശ്വാസം അതെനിക്ക് തന്നത് മനുഷ്യരല്ല. ഇവിടെ നിനക്ക് സ്ഥാനമില്ല. നീ എന്തിനാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നത്? ഞാൻ വന്നത് നിങ്ങളെ വേദനിപ്പിക്കാനല്ല. മദ്യപാനത്തിനും മയക്കുമരുന്നിനും എതിരെ ബോധവൽക്കരണം നടത്തിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? അനാഥർക്കും ഭിന്നശേഷിക്കാർക്കും സംരക്ഷണം നൽകിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? ആദിവാസികൾക്ക് അക്ഷരജ്ഞാനം നൽകിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന് ജനങ്ങൾക്ക് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കി കൊടുത്തതാണോ ഞാൻ ചെയ്ത കുറ്റം? നിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ട. കർത്താവേ, നീ ശക്തി തരണമേ. ഇനിയും പ്രാർത്ഥിക്കുമോ? ഇപ്പോൾ നിന്റെ ദൈവം എവിടെയാണ്? അവൻ ഇവിടെ തന്നെയുണ്ട്, നിങ്ങളെപ്പോലും സ്നേഹിച്ചുകൊണ്ട്. കർത്താവേ, എന്റെ കൈകൾ വിറയ്ക്കുന്നു, എന്റെ ശരീരം തളരുന്നു, പക്ഷെ എന്റെ ഹൃദയം അത് നിന്നെ വിട്ടുകൊടുക്കില്ല. നിനക്ക് ജീവൻ വേണമെങ്കിൽ നിന്റെ ദൈവത്തെ തള്ളി പറയണം. ഈ വിശ്വാസം ഉപേക്ഷിക്കണം. എനിക്ക് ജീവൻ തന്നത് എന്റെ കർത്താവാണ്. എന്റെ യേശുവിനെ ഉപേക്ഷിച്ചിട്ടൊരു ജീവിതം അതെനിക്ക് വേണ്ട. ദൈവത്തെ നീ തള്ളി പറയില്ലല്ലേ? അടിയടാ, തള്ളി പറയില്ലല്ലേ? അടിയടാ. കർത്താവേ, ഇവരോട് ക്ഷമിക്കണമേ. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം
സേവനത്തിൻ്റെ വഴിയിലൂടെ നടന്ന ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ 2 കുഞ്ഞുങ്ങളും വിദ്വേഷത്തിൻ്റെ തീയിൽ ജീവൻ നഷ്ടപ്പെട്ടു. എന്നാൽ ആ തീയ്ക്ക് മണയ്ക്കാൻ കഴിയാത്തത് അവരുടെ വിശ്വാസമായിരുന്നു. ഡോക്ടർ ഗ്രഹാം സ്റ്റെയിൻസ് ഓസ്ട്രേലിയയിൽ നിന്നെത്തിയ ഒരു ക്രിസ്തീയ മിഷണറിയായിരുന്നു. അദ്ദേഹം വർഷങ്ങളോളം ഒഡീഷയിലെ കുഷ്ഠരോഗബാധിതരെ പരിചരിച്ചു കൊണ്ടിരുന്നു. 1999 ജാനുവരി 22-ാം തീയതി ഒഡീഷയിലെ മനോഹർപൂർ ഗ്രാമത്തിന് സമീപം ഒരു ക്രിസ്തീയ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഗ്രഹാം സ്റ്റെയിൻസും അദ്ദേഹത്തിൻ്റെ 2 മക്കളായ ഫിലിപ്പ്, തിമോത്തി എന്നീ കുഞ്ഞുങ്ങൾക്കുമൊപ്പം തൻ്റെ ജീപ്പിൽ വിശ്രമിക്കുമ്പോൾ ഒരു സംഘം ആളുകൾ ജീപ്പ് ചുറ്റുവളഞ്ഞ് പെട്രോൾ ഒഴിച്ച് ജീപ്പിന് തീയിട്ടു. രക്ഷപ്പെടാൻ ശ്രമിച്ച കുഞ്ഞുങ്ങളെ പോലും അനുവദിക്കാതെ ദയവില്ലാതെ അവർ ആ തീയിൽ തള്ളിയിട്ട് ചുട്ടുകൊന്നു. അങ്ങനെ ഗ്രഹാം സ്റ്റെയിൻസിനും തൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും ജീവൻ നഷ്ടമായി. ജീവനെന്നേശുവിലർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പാളുങ്കിൻ കാടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ. സിസ്റ്റർ റാണി മരിയ വട്ടാലിൽ, മദർ ഹെൽമത്ത്, സിസ്റ്റർ ഫിലോമിന എന്നീ വനിതാ മിഷണറിമാരും വിശ്വാസത്തിൻ്റെ പേരിൽ ജീവൻ നഷ്ടമായവരാണ്. എന്നാൽ അവരുടെ സന്ദേശം ഇന്ന് നമ്മെ ശക്തരാക്കുന്നു. ക്രിസ്ത്യൻ മിഷണറിമാർ ഈ മണ്ണിലേക്ക് വന്നത് അധികാരവുമായല്ല, ആയുധങ്ങളുമായല്ല, തുറന്ന ഹൃദയവുമായിരുന്നു. വിശപ്പുള്ളവന് ഭക്ഷണം നൽകി, വേദനിക്കുന്നവരെ ചേർത്ത് പിടിച്ചു, രോഗികളോട് പറഞ്ഞു, നീ ഒറ്റയ്ക്കല്ല. ഇന്ത്യയിലെ ആദ്യകാല സ്കൂളുകളും കോളേജുകളും പലതും മിഷണറിമാർ ആരംഭിച്ചു. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ മുൻഗാമിക. ആശുപത്രികൾ, ഡിസ്പെൻസറികൾ, ലെപ്രസി സെന്ററുകൾ, ദരിദ്രർക്കും ഗ്രാമവാസികൾക്കും സൗജന്യ ചികിത്സ, നഴ്സിംഗ്, മെഡിക്കൽ ട്രെയിനിംഗ് ഇന്ത്യയിൽ ശക്തിപ്പെടുത്തി. ആദിവാസികൾക്ക് വിദ്യാഭ്യാസവും സ്വാഭിമാനവും നൽകി. ബാലവിവാഹം, സതി പോലെയുള്ള അനാചാരങ്ങൾക്കെതിരെയുള്ള നിലപാട്, സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം, പ്രാദേശിക ഭാഷ പഠിച്ച് വ്യാകരണങ്ങളും നിഘണ്ടുക്കളും പ്രസിദ്ധീകരിച്ചു. അച്ചടി മാധ്യമങ്ങൾ, പുസ്തകങ്ങൾ എന്നുവേണ്ട ഭാഷയിലും സാഹിത്യത്തിലും നിരവധി സംഭാവനകൾ നൽകി. മദ്യപാനം, അന്ധവിശ്വാസങ്ങൾ എന്നിവയ്ക്കെതിരെ ബോധവൽക്കരണം, അനാഥർ, വിധവകൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്കുള്ള സംരക്ഷണം. അവർ ഇന്ത്യയിൽ വന്നത് ഭൂമി സ്വന്തമാക്കാനല്ല, ഹൃദയം ജയിക്കാനായിരുന്നു. സ്കൂളുകളും ആശുപത്രികളും പണിതു, അതിലുപരി മനുഷ്യനെ ഉയർത്തി. വിശ്വാസം വാളാണ്, ക്ഷമയാണ്. ക്രിസ്തു പഠിപ്പിച്ചത് പ്രതികാരമല്ല, സ്നേഹമാണ്. രക്തസാക്ഷികളുടെ മരണം ഒരു അവസാനമല്ല, ഒരു സാക്ഷ്യമാണ്. അതെ, അവരോട് ചേർന്ന് നമുക്കും പാടാം.